ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. നിങ്ങളോടൊപ്പം പദ്ധതി കഴുത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി നോക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ഈ അവലോകനം ജൂൺ 4, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് കഴുത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. 53 ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. പഠിക്കുന്ന കമ്പനിയുടെ ഫലം 10 പോയിന്റിൽ 4. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 3.6 പോയിന്റ്. നിങ്ങൾ ഇത് വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ US വിപണിയിലും മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് കാണാൻ കഴിയും. 4 എന്ന സ്കോറിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 92.5% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ 88.1%. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $1,107.22 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $1,211 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $74.37 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $101 ബില്യൺ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 91.393%. പുസ്തക മൂല്യം 73.617%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $13.38 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 18% വരും. കമ്പനി ഡെറ്റ് ലെവൽ റേറ്റിംഗ് നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 173.9 ആണ്. 0 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വിലവരുമാന അനുപാതം വളരെ നല്ലതാണ് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $6,367 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $9,548 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 11.6 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 7.7 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന അനുപാത സൂചകങ്ങളുടെ വിപണി വിലയുടെ മൂല്യനിർണ്ണയം ടോലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $95,710 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $127.6 ബില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 6.6%. ഉപവിഭാഗത്തിൽ ശരാശരി -8.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 45.046%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 103% കുറവാണ്.
കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $8,812,000 ഉപവിഭാഗത്തിൽ $4,343,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $50,700 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം -$49,700. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് $762,000 ആണ്. ഉപവിഭാഗത്തിൽ $563,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 3% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 3.6%. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 60% ലെവൽ കാണിക്കുന്നു. താഴത്തെ ഹാം ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 59%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $344 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $309 ആണ്. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ദയവായി ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ദയവായി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ദയവായി ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും സഹായ സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ദയവായി